ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ത്രിശക്തി യോഗമുള്ള ദിവസമാണ് നാളെ. വളരെയധികം പവർഫുള്ളായിട്ടുള്ള, ഓസ്പീഷ്യസ് ആയിട്ടുള്ള, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്ന, ഇല്ലാതാക്കുന്ന ത്രിശക്തി യോഗ ദിവസം. വ്യാഴാഴ്ചയും ഗുരുപുഷ്യ യോഗവും ഷഷ്ടിയും ഒന്നിച്ചു വന്നിരിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു ദിവസം. നമുക്കറിയാം, പൂയം നക്ഷത്രം എന്ന് പറയുന്നത് സാക്ഷാൽ മുരുകഭഗവാന്റെ നക്ഷത്രമാണ്. അത് ഷഷ്ടിതിഥിയോടുകൂടി ചേർന്ന് വന്നിരിക്കുന്നു. അത് വളരെ വലിയ അമൂല്യമായിട്ടുള്ള ഫലം നമുക്ക് തരും. മറ്റൊന്നെന്താണ്? വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്നു. ഗുരു പുഷ്യ യോഗമുള്ള ദിവസമാണ്. ഇത് എത്രമാത്രം മഹനീയമായിട്ടുള്ളൊരു ദിവസമാണ്. അതും അധിക മാസത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ത്രിശക്തി യോഗം. നമ്മുടെ വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ചേർന്ന ഗുരുപുഷ്യ യോഗവും ഷഷ്ടിതിഥിയും പൂയം നക്ഷത്രവും ഒന്നു ചേർന്നിട്ടുള്ളതും അത് വെളുത്ത പക്ഷത്തിൽ അധിക മാസത്തിൽ വന്നിരിക്കുന്നു. ത്രിശക്തി യോഗം അവിടെ രൂപം കൊണ്ടിരിക്കുന്നു. നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും 100% നമുക്ക് ഫലം ലഭിക്കും. ഇന്നത്തെ വീഡിയോയിൽ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പൂയം നക്ഷത്രത്തിൻ്റെ ആരംഭം, അവസാനം, ഷഷ്ടിതിഥിയുടെ ആരംഭവും അവസാനവും നോക്കാം. നാളെ വ്യാഴാഴ്ച മെയ് 21 രാവിലെ 4:12 പൂയം നക്ഷത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വ്യാഴാഴ്ച അതികാലേ മുതൽ നമുക്ക് പൂയം നക്ഷത്രം ആരംഭിക്കുകയാണ്. ഷഷ്ടിതിഥിയാണെങ്കിൽ ആരംഭിക്കുന്നത് മെയ് 21 വ്യാഴാഴ്ച രാവിലെ 8:12 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഷഷ്ടി വ്രതം എടുക്കുന്നവരാണെങ്കിലും പൂയം നക്ഷത്ര ദിവസത്തെ വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിലും നാളെയാണ് ഇത് ചെയ്യേണ്ടത്. നാളത്തെ ദിവസം ആദ്യം തന്നെ നമ്മുടെ ഭഗവാൻ മുരുകന് വേണ്ടിയിട്ടുള്ള ഷഷ്ടി വ്രതം എടുക്കുന്നവർ, ഇന്ന് പഞ്ചമി മുതൽ നമ്മൾ വ്രതം തുടങ്ങണം. രാത്രിയിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട്, അതായത് നോൺ വെജ് ഒഴിവാക്കി, നമ്മൾ അരി ആഹാരം ഒഴിവാക്കി മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഷഷ്ടി തിഥിയായ മെയ് 21 വ്യാഴാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നമ്മൾ മുരുകഭഗവാന് മുൻപിൽ വിളക്ക് കൊളുത്തി നമ്മൾ വ്രതം ആരംഭിക്കുകയാണ്. എല്ലാ മാസവും എങ്ങനെയാണോ നിങ്ങൾ വ്രതം എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വ്രതമെടുത്ത് പോകാവുന്നതാണ്. നാളത്തെ ദിവസം നമ്മൾ മുരുകഭഗവാൻ വീടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം. നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുരുക എന്നുള്ള ഭഗവാന്റെ ഈ 3 എഴുത്ത് മന്ത്രം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ജപിക്കുക എന്നുള്ളതാണ്. മുരുക 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 എന്നുള്ള മന്ത്രം. ഈ മന്ത്രം ജപിക്കുമ്പം ആ മുരുകൻ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മൾ എത്രമാത്രം മുരുകനെ വിളിച്ചാലും മുരുകഭഗവാന്റെ ആ മുഖം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് നാളെ സന്ധ്യയ്ക്ക് ഒരു 6 മണിയാകുമ്പം നമ്മുടെ വീട്ടിലുള്ള മുരുകഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി, വേലയ്ക്കുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം. അഭിഷേകമൊക്കെ ചെയ്ത് ഭഗവാന് പൂക്കളൊക്കെ നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള അലങ്കാരങ്ങളും ചെയ്തതിന് ശേഷം ഭഗവാന് മുൻപിൽ ഷഡ്കോണ ദീപം തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂയം നക്ഷത്രത്തിൽ യന്ത്രം വരച്ചുള്ള പൂജ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം പവറുണ്ട് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നതിന്. അതുമാത്രവുമല്ല, പൂയം നക്ഷത്ര ദിവസം നമ്മൾ യന്ത്രം വരച്ച് ഒരേ ഒരു തവണ ഒരു നാമം ചൊല്ലിയാൽ 100 കോടി പ്രാവശ്യം നമ്മൾ മന്ത്രം ചൊല്ലിയ ഫലം ലഭിക്കും. അപ്പം ഈ ഗുരുപുഷ്യ യോഗത്തോടു കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഈ ദിവസം നമ്മൾ ഭഗവാന്റെ ആ ഒരു ശരവണ ഭവ ഷഡ്കോണം, അതൊരു യന്ത്രമാണ്, അത് വരച്ച് അതിൽ 6 ദീപങ്ങൾ കൊളുത്തി മുരുക എന്നുള്ള മന്ത്രം ചൊല്ലിയാൽ അതിന് എത്രമാത്രം ഫലമുണ്ടായിരിക്കുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ, ഇനി ഫോട്ടോ വിഗ്രഹം ഇതൊന്നുമില്ലാത്തവരാണെങ്കിലും ഈ ഒരു ശരവണഭവ കോലം വരച്ച് അതിൽ 6 ദീപങ്ങൾ കിഴക്കോട്ട് ഫേസ് ചെയ്ത് കൊളുത്തി അവിടെ ഇരുന്ന് 108 പ്രാവശ്യം മുരുക എന്നുള്ള ഭഗവാന്റെ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ഓരോ മാസവും വരുന്ന ഷഷ്ടിയിൽ വ്രതമെടുക്കുമ്പം ഓരോ ഫലമാണ്. അപ്പം ഈ ഒരു ഇടവമാസത്തിലെ അധിക ഷഷ്ടിയിൽ നമ്മൾ വ്രതമെടുത്താൽ മാതൃസൗഖ്യമാണ് ഫലമായിട്ട് പറയുന്നത്. അതുമാത്രവുമല്ല, മക്കളുടെ ഉന്നമനം, മക്കളുടെ ഉയർച്ച കൂടിയിട്ട് ഫലമായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മുരുക എന്നുള്ള ഭഗവാന്റെ നാമം 108 എന്നുള്ളത് ഞാനൊരു സംഖ്യ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 1008 പ്രാവശ്യം, 10008 പ്രാവശ്യം ഒക്കെ നമുക്ക് ജപിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴും ഷഡ്കോണം വരച്ച് 6 ദീപങ്ങൾ കൊളുത്തി ഭഗവാന് മുൻപിൽ ഇരുന്നൊരു 108 പ്രാവശ്യം ജപിക്കാം. വൈകിട്ടും അതേ ഷഡ്കോണം മതി. അത് മായ്ച്ച് കളഞ്ഞിട്ട് പുതിയത് വരയ്ക്കണം എന്നൊന്നുമില്ല. ആ ഒരു 6 ദീപത്തിൽ നമ്മൾ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തി വീണ്ടും അവിടെ ഇരുന്ന് നമ്മൾ മുരുക എന്നുള്ള നാമം ജപിക്കുക. നമ്മൾ സർവ്വവും സമർപ്പിക്കുന്നു ഭഗവാന്. നിങ്ങളുടെ വിഷമവും വേദനയും പ്രയാസവും സങ്കടവും എന്താണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഭഗവാനിൽ നമ്മൾ സമർപ്പിച്ചിട്ട് മുരുക 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 എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് വൈബ്രേറ്റ് ആയി നമുക്കത് ഫീലാകും. ഭഗവാന്റെ ആ ഒരു നാമം ഉച്ചരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ഒരു വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ നാളത്തെ ദിവസം അധിക ഷഷ്ടിയിൽ ചെയ്യേണ്ടത്. മറ്റൊന്നും നിങ്ങൾക്ക് സ്കന്ദഷഷ്ടി കവചം ജപിക്കാം, വേൽമാറൽ, സ്കന്ദർ അനുഭൂതി, അതേപോലെ കന്ദർ അലങ്കാരം, ഇതൊക്കെ ജപിക്കാം. പക്ഷേ ഈ ഒരു മന്ത്രം മുരുക മുരുക എന്നുള്ള മന്ത്രമാണ് നമ്മൾ നാളത്തെ ദിവസം കഴിയുന്നത്ര ജപിക്കേണ്ടത്. പിന്നെ വ്രതമെടുക്കുന്നവർ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യച്ചോറ് കഴിച്ച് നമുക്ക് വ്രതം വീടാവുന്നതാണ്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ പച്ചരി വേവിച്ച് അതിനകത്ത് നമുക്ക് തൈരൊഴിച്ച് കഴിക്കാവുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നാളെ ഗുരു പുഷ്യ യോഗമുള്ള ദിവസമാണ്. അപ്പം നമ്മൾ എല്ലാ മാസവും ഞാൻ ഗുരുപുഷ്യ യോഗം അല്ല പൂയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് ഞാൻ പറയാറുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഈ മാസം ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് പറയാം. ആദ്യം തന്നെ പൂയം നക്ഷത്രത്തിൻ്റെ ആരംഭം നാളെ അതികാലെ 4:12 ആയതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പൂജകളൊക്കെ ചെയ്യുന്നവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്, പ്രത്യേകിച്ച് ഇത് പുരുഷോത്തമ മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ ഭഗവാനെ മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ, മഞ്ഞ പട്ട് ഇതൊക്കെ കൊണ്ട് അലങ്കരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് മുൻപിൽ നാളെ നമുക്ക് 33 ദീപങ്ങൾ കൊളുത്തി വെക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. 33 ദീപങ്ങൾ എന്ന് പറയുമ്പം വളരെ നേർത്ത തിരിയായിട്ട് ഒന്നിച്ചൊന്നിച്ച് 33 ദീപങ്ങളാക്കിയിട്ട് അത് ഒന്നിച്ചൊരു തിരിയാക്കി നമുക്ക് ഭഗവാന് മുൻപിൽ ഒരൊറ്റ ദീപം തെളിയിക്കാം. അപ്പം 33 തിരിയിലാണ് നമ്മളൊരൊറ്റ ദീപം തെളിയിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് 33 ദീപ വഴിപാടായിട്ട് കണക്ക് കൂട്ടാവുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ സാധാരണ നമ്മൾ പഞ്ഞിത്തിരിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പഞ്ഞിത്തിരി നമ്മൾ വളരെ നേർത്ത് കൈകൊണ്ട് പിരിച്ച് എടുക്കുക. അങ്ങനെ 33 തിരി എടുക്കണം. എന്നിട്ട് ഈ 33 തിരിയും കൂടി ഒന്നിച്ച് കൂട്ടി നമ്മൾ ഒരു തിരിയാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൽ അർത്ഥമാക്കുന്നത്. അങ്ങനെ നമുക്ക് ഭഗവാന് മുൻപിൽ നാളെ 33 ദീപം കൊളുത്താം. അത് സാധിക്കാത്തവർക്ക് ഭഗവാന് മുൻപിൽ നാളെ 2 മാവിളക്കുകൾ കൊളുത്താം. ഇതൊന്നും പറ്റിയില്ലെങ്കിലും 2 നെയ് ദീപമെങ്കിലും നാളത്തെ ദിവസം ഭഗവാന് മുൻപിൽ കൊളുത്തി വെക്കണം. മഞ്ഞ കളർ പുഷ്പങ്ങൾ കൊണ്ട് വേണം നമ്മൾ ഭഗവാനെ നാളെ അലങ്കരിക്കാൻ. അതിനോടൊപ്പം തുളസി ഇലകൾ കൊണ്ടുള്ള മാലയോ തുളസി ഇലകളോ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അതിനോടൊപ്പം എല്ലാ മാസവും നമ്മൾ ചെയ്യുന്ന നോർത്ത് ഈസ്റ്റ്, നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ നെയ് ദീപം കൊളുത്തണം, ലക്ഷ്മി നാരായണ യോഗത്തിന് വേണ്ടിയിട്ട്. പിന്നെ നാളത്തെ ദിവസം അക്ഷയ പാത്രം മാറ്റി അത് ഏറ്റവും മനോഹരമായിട്ട് നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ അലങ്കരിച്ച് വെക്കണം. പിന്നെ നമുക്ക് നാളെ രാവിലെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി നാരായണ ഫോട്ടോയ്ക്ക്, ഇപ്പോൾ വെങ്കടേശ്വര ലക്ഷ്മി ഫോട്ടോയാണെങ്കിലും ഭഗവാൻ കൃഷ്ണനും ലക്ഷ്മി ദേവിയും സെപ്പറേറ്റ് ആണെങ്കിലും അത് ഒന്നിച്ചു വെച്ചിട്ട് ഈ പറയുന്നത് പോലെ 2 പേരെയും നല്ല യെല്ലോ കളറിലെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാം. അതേപോലെ മഹാലക്ഷ്മിക്ക് താമരപ്പൂക്കളും മുല്ലപ്പൂക്കളും സമർപ്പിക്കാം. നല്ല ചുമന്ന റോസാപ്പൂക്കൾ സമർപ്പിക്കാം. മണമുള്ള എന്ത് പൂക്കളും നാളെ നമുക്ക് ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിട്ട് ലക്ഷ്മി നാരായണന്മാർക്ക് മുൻപിലിരുന്ന്
അപ്പം 33 ദീപം കൊളുത്തുന്നവരാണെങ്കിൽ ഒരേ ഒരു 33 ദീപം മാത്രം ലക്ഷ്മി നാരായണന്മാർക്ക് മുൻപിലായിട്ട് കൊളുത്തി വെച്ചിട്ട് ഓം ശ്രീം ലക്ഷ്മി നാരായണായ നമഃ എന്നുള്ള മന്ത്രം നിങ്ങൾ 108 പ്രാവശ്യം ജപിക്കുക. ഓം ശ്രീം ലക്ഷ്മി നാരായണായ നമഃ എന്നുള്ള മന്ത്രം. ഇത് മഹാലക്ഷ്മി ദേവിക്കും ഭഗവാൻ നാരായണനും വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലി സമർപ്പിക്കുന്ന മന്ത്രമായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് നാളെ ലഭിക്കും. ഈ ഒരു മന്ത്രം ചൊല്ലി ദീപധൂപ ആരതി എടുത്ത മഞ്ഞ കളറിലെ പഴം നമ്മൾ നിവേദ്യമായിട്ട് സമർപ്പിച്ചാൽ മതിയാവും. പിന്നെ പാല് കാച്ചി കുങ്കുമപ്പൂ ഇട്ട് വെക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജ. പൂയം നക്ഷത്രത്തിൽ ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജയ്ക്ക് നമുക്ക് 1000% ഫലം ലഭിക്കുമെങ്കിൽ വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ഗുരുപുഷ്യ യോഗത്തിൽ നമ്മൾ ചെയ്യുന്ന കുബേര പൂജയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു 10 കോടി പുണ്യം നമുക്ക് ലഭിക്കും. പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ നാളത്തെ ദിവസം വൈകിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ മറക്കരുത്. 5:30-ക്കും 8 മണിക്കും ഇടയ്ക്കുള്ള കുബേര സമയത്ത് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പിന്നെ മണി മാജിക് ഓയിൽ അത് നാളെ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ അത് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ശ്രീവസ്ത ലക്ഷ്മി പൂജ വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഫലം തരുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ഒരു ശ്രീവസ്ത ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പൂജ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കും നാളെ ചെയ്യാവും. താല്പര്യമുള്ളവർക്കല്ല, കഴിയുന്നതും എല്ലാവരും നാളത്തെ ദിവസം അത് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അന്നദാനമാണ്. ഏതെങ്കിലും ഒരാൾക്ക് മഞ്ഞ കളറിലെ എന്തെങ്കിലും, അതിപ്പോൾ പഴമാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതിയാവും. വീടിനടുത്തുള്ള കൃഷ്ണ, വിഷ്ണു, പെരുമാൾ, അതായത് കൃഷ്ണ ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം പോകണം. അവിടെ പോയി ഭഗവാന് നമ്മൾ മഞ്ഞപ്പട്ടും തുളസി മാലയും സമർപ്പിക്കണം. ഒപ്പം തന്നെ ഭഗവാന് നമ്മൾ തൃക്കൈ വെണ്ണ, ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് തൃക്കൈ വെണ്ണ എന്ന് പറയുന്നത്. അപ്പം തൃക്കൈ വെണ്ണ സമർപ്പിച്ച് നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ഒരാഗ്രഹം ഭഗവാനോട് പറയണം. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ഫലം ലഭിക്കും. അതേപോലെ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ആൽമരമുണ്ടെങ്കിൽ ആൽമരത്തിന് ജലം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ കോപ്പർ കുടത്തിൽ നല്ല ശുദ്ധമായ ജലമെടുത്ത് 1 ടീസ്പൂൺ പാലും 1 പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ ജലം നമ്മുടെ ആൽമരത്തിന് സമർപ്പിക്കണം. സമർപ്പിച്ച ശേഷം മഹാലക്ഷ്മി അഷ്ടകമുണ്ടല്ലോ, നമസ്തേസ്തു മഹാമായി എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം നമ്മൾ ജപിക്കണം. അത് ജപിക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതി. ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലി ഒരു മഞ്ഞപ്പൂ സമർപ്പിക്കുന്നു, ചുറ്റുന്നു. രണ്ടാമത് വീണ്ടും 2ാമത്തെ സ്റ്റാൻസ് ചൊല്ലുന്നു, നമ്മൾ പൂ സമർപ്പിക്കുന്നു, ചുറ്റുന്നു. അങ്ങനെ 8 പ്രാവശ്യം നമ്മൾ ചൊല്ലി ചുറ്റി അവസാനത്തെ 3 സ്റ്റാൻസ ഒന്നിച്ച് ചൊല്ലി നമ്മൾ ആ ആൽമരത്തെ തൊഴുത് കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആൽമരത്തിനോട് പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് ആൽമരം നടത്തിത്തരും നാളത്തെ ദിവസം. അപ്പം നാളെ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ആൽമരം വീടിനടുത്തുള്ളവരൊക്കെ ഇത് ചെയ്യാനായിട്ട് നോക്കണം. അതേപോലെ നാളത്തെ ദിവസം ഇത് ചെയ്തതിന് ശേഷം ആൽമരത്തിന് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളൊരു ഇല പറിക്കണം ആൽമരത്തിൽ നിന്ന്. ആൽമരത്തിനോട് മനസ്സിൽ പ്രാർത്ഥിക്കണം, വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇല പറിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ശുദ്ധമായ ജലത്തിലോ റോസ് വാട്ടറിലോ അത് തുടച്ചെടുത്തിട്ട് നമ്മളതിൽ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമായ ശ്രീ, ഇത് ഒരേ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത് ചന്ദനമുണ്ടല്ലോ, ചന്ദനം എടുക്കണം, 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് കുങ്കുമവും നമ്മുടെ കയ്യിൽ പച്ചക്കർപ്പൂരം അതേപോലെ ജവ്വാതൊക്കെ ഉണ്ടെങ്കിൽ അതും ഓരോ പിഞ്ചിട്ടിട്ട് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ കൊണ്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ വലത്തേ കയ്യിലെ മോതിര വിരൽ കൊണ്ട് ആ ലില്ലയിൽ നമ്മൾ ശ്രീം എന്നുള്ളത് എഴുതിയിട്ട് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ വെക്കണം. വെച്ചതിന് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം 108 പ്രാവശ്യം ചൊല്ലി അർച്ചന ചെയ്യാം. അല്ലെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ചൊല്ലാം. അതിനുശേഷം അത് നമ്മളൊരു മഞ്ഞ കളർ തുണിയിൽ വെച്ച് കെട്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അടുത്ത ഗുരുപുഷ്യ യോഗം പൂയം നക്ഷത്രവും വ്യാഴാഴ്ചയും ഒന്നിച്ച് വരുന്നത് വരെ അത് നമ്മുടെ ക്യാഷ് ബോക്സിൽ ഇരുന്നോട്ടെ. ധനത്തെ അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ അത് സഹായിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യണം. കാരണം അധിക മാസം ഇനി നമ്മൾ 3 വർഷം കൂടിയെങ്കിലേ വരത്തുള്ളൂ. അന്ന് നമുക്ക് ഗുരുപുഷ്യ യോഗം
കിട്ടുമോ ഈ ഒരു അധിക മാസത്തിൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് നമുക്ക് വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഷഷ്ടിയും ഒന്നിച്ച് കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അധിക മാസത്തിൽ തീർച്ചയായും നമുക്കൊരു ഷഷ്ടി തിഥി കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ത്രിശക്തി കോമ്പിനേഷൻ കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നാളത്തെ ദിവസം ഞാനിതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. പിന്നെയുള്ളത് നാളെ സ്വർണം, വെള്ളി, പുതിയ വസ്ത്രങ്ങൾ, മഞ്ഞൾ, അതേപോലെ മഞ്ഞപ്പൂക്കൾ, കുങ്കുമം, ഇതൊക്കെ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് വളരെ ഉത്തമമാണ്. സ്വർണം, വെള്ളിയൊക്കെ മേടിക്കുന്ന അവനവൻ്റെ താല്പര്യം, അവനവൻ്റെ കയ്യിലെ എമൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിന് പകരമായിട്ട് നമുക്ക് മഞ്ഞൾ കഷ്ണം, മഞ്ഞ കളറിലെ പൂക്കൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാളെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരാവുന്നതാണ്. അത് നമുക്ക് വളരെ ഐശ്വര്യം തരും. നാളത്തെ ദിവസം കഴിയുന്നതും നോൺ വെജ് വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും നല്ല ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.